ഇരിക്കടാ അവിടെ. നീ എന്നടേ കാണിക്കുന്നത്? നീ അവരുടെ വായിലേക്ക് കൊടുക്കണോ? എന്താ നിന്റെ ഉദ്ദേശം? ഇവൻ എന്തിനുള്ള പുറപ്പാടാണോ? എത്ര പോലീസുകാരാ നോക്കി. സാറേ ഇത് ആ ഗാനമേള പറ്റുകാരാ. പരിപാടി കഴിഞ്ഞ് വരുമായിരിക്കും. സാറേ മോള് പ്രോഗ്രാം കഴിഞ്ഞ് വരും. സാറേ കാപ്പി. സാറേ വല്ലാത്തൊരു കാപ്പി തരുമോ? ചൂടുണ്ടേ? കാപ്പി കൊടുക്കണോ? കോയിക്ക കാപ്പി വേണോ? എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, കാപ്പി വേണ്ട. ഇവനെന്താ ഭ്രാന്താണോ? എങ്ങനെയുണ്ട്? കൊള്ളാം സാർ. അവിടെ കളല്ലേ ഞാൻ തരാം. ഇടുതാ വേസ്റ്റിലിട്ട്. ശരി എന്നാ. ശരി സാറേ. മനുഷ്യനെ നല്ല ജീവൻ പോയി. ഇതാ ഞാൻ പറയുന്നത്, കോയക്കാനെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചാൽ മതി. ഈശ്വര, തൽക്കാലം രക്ഷപ്പെട്ടു. ഇതൊരു തന്ത്രമാണ്. ഇങ്ങോട്ട് മുട്ടുന്നതിന് മുന്നേ അങ്ങോട്ട് മുട്ടിയ നമ്മളെ ആരും സംശയിക്കില്ല. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പെർഫോമൻസ്? നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇനി മേലെ ഇത് ആവർത്തിച്ചേക്കരുത്. അവനൊരു പെർഫോമൻസ്. അല്ല, ഉണ്ണിയേട്ടനെവിടെ? ഉണ്ണിയേട്ടനെവിടെ? ഉണ്ണിയേട്ടാ വിളിക്കണ്ട, ഞാൻ സേഫ്. ഇവിടെ ഉണ്ടായി. പേടിപ്പിച്ചിട്ടുള്ള മറ്റവനെ. പോലീസിനെ കൊണ്ട് മുങ്ങിയതാണല്ലേ? നിങ്ങളെ പിടിച്ചാൽ ജാമ്യത്തിലെടുക്കാൻ ആരെങ്കിലും വേണ്ടേ? കാണാതെ പിടിച്ച പ്രസംഗവും വേസ്റ്റായി. നമ്മളുടെ സാരി തിരികെ തരിക. സാറുമാർക്ക് ചായ. സാറുമാര് ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയിട്ട് ചായ കുടിച്ചാൽ മതി. മോൻ ഇതും കൊണ്ട് തിരിച്ചു പോ. അവിടെ നിന്ന് അതെന്താ സാറുമാര് മാത്രം കുടിച്ചാൽ മതിയാ? ഞാൻ കുടിച്ചാൽ എന്താ പുളിക്കുവാ? പോലീസ് നീതി പാലിക്കുക. സാറേ ഇത് ഒരു നടക്ക് പോകും തോന്നില്ല സാറേ. തലവേദന കേസായാലോട്. താനൊരു കാര്യം ചെയ്യും, അവരുടെ നേതാവല്ലേ എന്താ ജാനമ്മയോടൊന്ന് വരാൻ പറഞ്ഞു. ഞാൻ സംസാരിച്ചു നോക്കട്ടെ. ചെല്ല. പോലീസ് നീതി പാലിക്കുക. ഞങ്ങളുടെ സാരി തിരികെ തരിക. പോലീസ്. ഹലോ, സാറ് വിളിക്കുന്നു. ഞാൻ പോയിട്ട് പോരാട്ടാ. നിങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ. വാ മനുഷ്യ, പോരാട്ടാ. ജനമ്മ വാ, കയറുവാ. നമസ്കാരം. അതെ, ഞങ്ങൾ എന്തായാലും കള്ളനെ എത്രയും പെട്ടെന്ന് പിടിക്കും. പിടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം അങ്ങ് തിരിച്ചു കിട്ടും. CM എന്നോട് വരുന്നുണ്ട്. ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ പോകേണ്ടത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ഉടനെ ഇവിടുന്ന് പിരിഞ്ഞു പോകണം. നടക്കില്ല സാറേ. പട്ടിണിപ്പാങ്ങളുടെ കാശാണ് കളവ് പോയേക്കണത്. പിന്നെ തിരുവാതിരകളി കൊടുക്കാൻ പറ്റിയ പുതിയ കസവും സാരികളും. അത് രണ്ടും കിട്ടാതെ ഞങ്ങൾ ഇവിടുന്ന് പോകില്ല സാറേ. സാറേ എന്റെ പെൻഷൻ കാശ് വരെ പോയിരിക്കുക. അല്ല, ഇതിനെല്ലാം നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. നാളെ മുതൽ ഞങ്ങൾ നിരാഹാര സത്യാഗ്രഹം തുടങ്ങാൻ പോയാണ്. നിങ്ങൾ വന്നേ. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. ഒടുക്കത്ത് വെയിറ്റ്. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ബുക്ക് ചെയ്താൽ കിട്ടാൻ പാടാതെ. അത് വണ്ടല്ല. ഇതെന്താ പൂന്തോട്ടം? ഇന്നത്തെ ചെലവ് എന്റെ വകയാണേ. എല്ലാവർക്കും ഇഷ്ടം പോലെ ഐസ്ക്രീം കഴിക്കാം. ചെലവേ ഇതിലൊതുക്കിയാ പോരാട്ടോ. അതെ അതെ. കോയിക്ക, നമുക്ക് വണ്ടി ഒരു മുന്തിയ ഹോട്ടലിലേക്ക് വിട്ടാലോ? അതാ അവിടെ ആണെങ്കിൽ 2 അടിച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അതെ, മദ്യപാനം ഇവിടെ അനുവദനീയമല്ല. അത് നീ തന്നെ എന്നോട് പറയണം. ഇവനുണ്ടല്ലോ, ഒരു തട്ടുകേടും കൂടാതെ എത്ര സ്ഥലത്ത് നിന്ന് രക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയാം കൊച്ചിന്. അത് നേരെ വയ്ക്കടാ. അവൻ കുനിഞ്ഞിരിക്കുക. ഞാനില്ലായിരുന്നെങ്കിൽ എന്നെ പണ്ടേ പിറ്റലിരുന്നാലെന്ന് അറിയോ നിന്റെ പടം? പാതി വഴിയിലും മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയുന്നവന്മാര്. കഴിഞ്ഞത് കഴിഞ്ഞു. നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു? ആ ഉദ്ഘാടനം കാൽക്കാം. അത് നമ്മൾ ഭംഗിയായിട്ട് നടത്തിയില്ലേ? ഈ കുടുംബശ്രീക്കാർ നിരാഹാരം തുടങ്ങുമെന്ന് അറിഞ്ഞപ്പോ CA സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് കൊടുത്തെന്നാ കേട്ടത്. ഈ പെൺപടകൾ ഇളകി വന്നാ പിന്നെ എന്നാന്ന് ചെയ്യുന്നത്? പോലീസോ പട്ടാളം വന്ന ഇവര് ഒതുങ്ങൂ. ആദ്യം താൻ ഒതുങ്ങും, എന്നിട്ട് മറ്റുള്ളവരെ ഒതുക്കും. ഉപദേശിക്കാൻ വന്നേക്കാം. എനിക്ക് വേണ്ട. കഴിക്കുന്നേ. പിന്നെ അതന്നെ വർത്തനം. അതല്ല, കഴിച്ചു കഴിഞ്ഞാൽ പോവാം. അതെ, ഞാൻ പള്ളിയിലോ? ദേ എന്റെ സഹധർമ്മിണി, അവൾ വീണ്ടും കുമ്പസാരിക്കാൻ കയറിയിരിക്കുക.
ആ കത്തനാരെ മിക്കവാറും ഹിപ്നോട്ടിസ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ആണ്ട് അവർ വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. സണ്ണി ഇനി തിരികെ പോകുന്നില്ലേ? ഓഹോ, അപ്പൊ എന്റെ മടക്കയാത്രയെ കുറിച്ചാണ് ഇവള് കുമ്പസാരിച്ചത്. ഞാൻ ചോദിച്ചതിന് സണ്ണി മറുപടി പറഞ്ഞില്ല. സണ്ണി പ്രവാസം നിർത്തിയാണോ ഇങ്ങി പോകുന്നത്? എല്ലാവർക്കും ഞാനൊരു ബുദ്ധിമുട്ടായി മാറിയല്ലേ അച്ചു. അധികം താമസിക്കാതെ പോയേക്കാം. പോകുന്നതിന് മുമ്പ് സണ്ണി എനിക്കൊന്ന് കാണണം കേട്ടോ. ഹായ് ക്ലാര, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. പിന്നെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ എങ്ങനെ നടക്കുന്നു? പ്രോഗ്രാം കലക്കണം, എല്ലാവരും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ക്ലാരയുടെ ഡാൻസോ? അതിന് ക്ലാരയ്ക്ക് ഡാൻസ് അറിയാമോ? ബെസ്റ്റ്. കോളേജിലെ സ്റ്റാർ ആയിരുന്നു, കലാതിലകം. ഓ, അതൊക്കെ ഒരു കാലഘട്ടമായിരുന്നു അല്ലേ ക്ലാര? അല്ല, ഇതാരാ? മനോജ്, ഇതെന്റെ ഹസ്ബൻഡാ സണ്ണിച്ചായൻ. സണ്ണിച്ചായൻ? ഓ, നമ്മുടെ പ്രവാസി. ഗ്രൂപ്പിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഹായ്, ഐ എം മനോജ്. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ്. ഇതെന്റെ വൈഫ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്? വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഹൈ, വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് ഹസ്സിനോട് പറഞ്ഞിട്ടില്ലേ ക്ലാരെ? അത് ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരൊക്കെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയായിരുന്നു. അതാ പറഞ്ഞു മനോജ്. ലവ് ആൻഡ് ലൈഫ്, അതാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പേര്. എങ്ങനെയുണ്ട് പേര്? ലവ് ആൻഡ് ലൈഫ്. വാട്ട് എ റൊമാൻറ്റിക് നെയിം. എക്സാക്ട്ലി. ക്ലാര നന്നായിട്ട് പാടുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ജാക്സനുമായിട്ട് ഒരു ഡ്യുവറ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഗ്രൂപ്പിൽ അതിനെ കുറിച്ച് ചർച്ച ഉണ്ടായിരുന്നല്ലോ, അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. ബിസി ആയിരുന്നോ? കുഴപ്പമില്ല, പരിചയപ്പെട്ടതിൽ വലിയ സന്തോഷം കേട്ടോ. നമുക്ക് കാണാം. അപ്പൊ ക്ലാര രാത്രി ഗ്രൂപ്പിൽ വരണം, അഭിപ്രായം പറയണം. അച്ഛോ, ഈ ചോമിശേക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതി ചൊല്ലേ, ഇല്ലെങ്കിൽ അച്ഛൻ പിണങ്ങും. അതെ, ഞാനോ ഒരു കലാകാരിയാണോ സണ്ണി ഇത്രയും നാൾ കൂട്ടിലടച്ചത്? എന്റെ കൂട്ടിലൊന്നും ഇവള് കിടക്കത്തില്ല അച്ചു. അച്ഛനോ? അലക്സ്, വാ. താനിവിടെ ഉണ്ടായിരുന്നോ? എന്താ ക്ലാരയെ ഡൈവോഴ്സ് ചെയ്യാനുള്ള വല്ല പരിപാടി ഉണ്ടോ? അച്ഛനെന്തേ ഇങ്ങനെ സംസാരിക്കുന്നേ? അല്ല, ഇയാളുടെ അടുത്ത് വരുന്ന എല്ലാം ഡൈവോഴ്സ് കേസുകളാണല്ലോ. അതൊരു ചുമ്മാ തമാശക്ക് ചോദിച്ചത്. ഇരിക്കെ. പിന്നെ സണ്ണിയെ ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു. ഇവിടെ കണ്ടത് നന്നായി. ഇനിയിപ്പോൾ അങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അനാഥ മന്ദിരത്തിന്റെ പണിക്ക് രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് നല്ലൊരു തുക സംഭാവനയായി പള്ളി കമ്മിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട്. അച്ഛോ, എനിക്കിത്തിരി സാവകാശം തരണം. പുതിയ ജഡ്ജി സ്ത്രീ ആയതുകൊണ്ട് ഡിവോഴ്സ് കേസൊന്നും പെട്ടെന്ന് വിധിയാവുന്നില്ല. അത് കാരണം പല കക്ഷികളുടെയും ഫീസ് പെൻഡിങ്ങാ. ഞങ്ങൾ പുരോഹിതന്മാർ മിന്നുകെട്ട് നടത്തി കൊടുക്കുമ്പോൾ അവസാനം പറയുന്നൊരു വാക്യമുണ്ട്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതെന്ന്. ആ പണിയല്ലേ താൻ ചെയ്യുന്നത്? എങ്കിൽ അച്ഛൻ്റെ ഒരു കാര്യം ചെയ്യും. അനാഥ മന്ദിരത്തിന് സംഭാവന പ്രതീക്ഷിക്കുന്ന ലിസ്റ്റിൽ നിന്ന് എന്റെ പേരങ്ങനെ വെട്ടിയേരി പ്രശ്നം തീരുമല്ല. കർത്താവ് കോപിക്കത്തില്ല. ഓ, അത് നടക്കത്തില്ല. പേര് വെട്ടുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ മറ്റൊരു വിശേഷം കൂടെ ഉണ്ട്. പള്ളി പണിതതിന്റെ വാർഷികം അടുത്തിരിക്കുക. ഗംഭീര കലാപരിപാടികൾ വേണമെന്നാണ് യുവതലമുറ ആവശ്യപ്പെടുന്നത്. സ്റ്റേജ് പരിപാടി സണ്ണി സ്പോൺസർ ചെയ്യണം. ഞാൻ ക്ലാരയോടും പറഞ്ഞിട്ടുണ്ട്. എന്താ ചോ, വല്ല ബോംബുവാണോ? ഒരു കുഴി ബോംബാ. സംഗതി ഇത്തിരി കുഴഞ്ഞ കേസാ. നമ്മുടെ സൗദിക്കാരൻ ജോയിയുടെ ഭാര്യ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വന്നതിനോടൊപ്പം ഒളിച്ചോടി. സംഭവം അറിഞ്ഞ് ജോയി സൗദിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവനായി വിളിച്ചോണ്ടിരിക്കുന്നത്. എല്ലാത്തിനും കാരണം ഇപ്പോഴത്തെ ഈ ഫോണാണ്. വാട്സാപ്പ്, ഫേസ്ബുക്ക്, കാലത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്നും കർത്താവിന് പോലും ഒന്നും അറിയാൻ വേണ്ടി. എങ്കിൽ പിന്നെ ഞാൻ ജോയിയെ പോയി കണ്ട് ആശ്വസിപ്പിക്കട്ടെ. പിന്നെ സംഭാവനയുടെ കാര്യം മറക്കണ്ട. അച്ഛനത്ര പുണ്യാളനാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്റെ അന്വേഷണത്തില് ഈ ഇടവകയിലെ ഇഷ്യൂസ് ഉള്ള മിക്കവാറും കുടുംബങ്ങളിലെ സ്ത്രീകൾ ഇങ്ങേരുടെ കുഞ്ഞാടുകളാണ്. വന്ന് നിനക്ക് അച്ഛനെയും സംശയമാ? എടോ വക്കീലേ, ഈ കേട്ട രഹസ്യങ്ങൾ അപ്പോഴേ അങ്ങ് മറന്നുകളെന്ന് പറയുന്നതൊന്നും എനിക്കത്ര വിശ്വാസമില്ല. എന്റെ അഭിപ്രായത്തിൽ ഈ കുമ്പസാരം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കണം. ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ മെസ്സേജ് ഡിപ്പോസിറ്റ് ചെയ്യാനും റിട്രീവ് ചെയ്യാനും ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ എന്നെ പോലൊക്കെ സമാധാനമായിട്ടിരിക്കുക. ഇതിപ്പോ അച്ഛൻ ആരുടെ മുഖത്ത് നോക്കിയാലും എല്ലാ രഹസ്യങ്ങളും കാണാപ്പാടാ. സംഭവം വെരി ഈസി. ബെസ്റ്റ് നടന്നത് തന്നെ.